നമസ്കാരം. കവറേജ് റേഡിയോയിലേക്ക് സ്വാഗതം. കാഞ്ഞങ്ങാട് നഗരസഭയിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അഭയം തേടിയെത്തിയത് 36 കുടുംബങ്ങൾ. തീരദേശ മേഖലയിലാണ് രൂക്ഷമായ വെള്ളക്കെട്ട് ജനജീവിതത്തെ ദുരിതത്തിലാക്കിയത്. പൂഞ്ചാവി GLP സ്കൂൾ, നിത്യാനന്ദ പോളിടെക്നിക് കോളേജ് എന്നിവിടങ്ങളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയത്. സുന്നി മഹൽ ഫെഡറേഷൻ SMF മണ്ഡലം കൗൺസിൽ യോഗം കീഴൂർ സംയുക്ത ജമായത്ത് ജനറൽ സെക്രട്ടറി കല്ലട്ര മാഹിനാജി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ 100 മീറ്റർ ഓട്ടത്തിൽ സ്വർണ്ണ മെഡൽ, 100 മീറ്റർ റിലേയിൽ ദേശീയതലത്തിൽ വെള്ളി മെഡലും നേടിയ വെടിക്കൊന്ന ഇരട്ടപ്പനക്കൽ രഹ്ന രഘുവിന് തുടർ പരിശീലനത്തിനുള്ള സ്പോർട്സ് കിറ്റ് ഉദുമ സർവീസ് സഹകരണ ബാങ്ക് നൽകി. മഞ്ചേശ്വരം താലൂക്ക് ഓഫീസിന്റെ ശോചനീയ അവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് NGO അസോസിയേഷൻ നടത്തിയ പ്രതിഷേധം ജില്ലാ പ്രസിഡന്റ് AT ശശി ഉദ്ഘാടനം ചെയ്തു. മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിലെ അർജാൽ മയിൽപ്പാറ കോൺക്രീറ്റ് റോഡ് നെല്ലിക്കുന്ന് MLA ഉദ്ഘാടനം ചെയ്തു. കാലവർഷക്കെടുതി ദുരിതാബാധിതർക്ക് സൗജന്യ റേഷനും ധനസഹായവും നൽകണമെന്ന് ജനശ്രീ മിഷൻ ബ്ലോക്ക് യൂണിയൻ യോഗം ആവശ്യപ്പെട്ടു. ജോയിന്റ് കൗൺസിൽ ജില്ലാ കൺവെൻഷൻ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി D ബിനിൽ ഉദ്ഘാടനം ചെയ്തു. സ്റ്റേറ്റ് ബാങ്ക് സ്റ്റാഫ് യൂണിയൻ ദ്വിദിന പഠന ക്യാമ്പ് കേരള സർക്കിൾ പ്രസിഡന്റ് HC രജത്ത് ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ കുട്ടികൾക്കുള്ള നിർബന്ധിത ബയോമെട്രിക് അപ്ഡേഷൻ പൂർത്തീകരിക്കുന്നതിനുള്ള ക്യാമ്പ് വിവിധ അക്ഷയ ആധാർ കേന്ദ്രങ്ങളിൽ നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു.